ഗൈസ് വെറും 100 രൂപ കൊണ്ട് നമ്മൾ ഒരു ദിവസം ഫുള്ള് ജീവിക്കാൻ പോവാണ്. ഈ പൈസ കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കും, ഒരു ദിവസം ഫുള്ള് നമ്മൾ സർവൈവ് ചെയ്യും. സത്യം പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഫുഡ് എല്ലാം ഉണ്ട്, നമുക്ക് പുറത്തേക്ക് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും നമ്മൾ പുറത്ത് തന്നെ കഴിക്കും. പുറത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ 100 രൂപയ്ക്ക് നമ്മൾ എല്ലാം ചെയ്യും. രാവിലെ നമ്മൾ 11 മണിക്കാണ് എഴുന്നേറ്റത്. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിക്കുന്നതിന് മുന്നേ നമുക്ക് ലൈറ്റ് ആയിട്ട് വയറിനകത്ത് എന്തെങ്കിലും പോകണം. അപ്പൊ നമ്മൾ എന്തെങ്കിലും കുടിക്കണ്ടേ? നമുക്ക് കരിക്ക് കുടിക്കാം. മറ്റേ സാധനം ഇടാം, എന്റെ കാലിലുള്ള സാധനം ഇട്ടിട്ട് ശക്തി ഇട്ടാല്. തെലുങ്കിലുള്ള സിനിമയെ പോലെ ഞാൻ ചവിട്ടിയാ ചിലപ്പോ വീഴും. ഇതാണ് അവര് പണ്ട് കേറുമായിരുന്നു. പണ്ട് 10 വർഷം മുന്നേ കുഞ്ഞായിരുന്നപ്പോ കേറുമായിരുന്നു. റുമ്പൊക്കെ ഇവിടെ. അപ്പോ പറ്റുന്നില്ല ഏട്ടാ, എനർജിയൊക്കെ പോയേ, മുരടിച്ചെന്ന് തോന്നുന്നു. തെങ്ങ് ഭയങ്കര പാടാട്ടാ. ഇവിടെ നീന്തത്തില്ലേ, അതിന്റെ 10 ഇരട്ടി സ്ട്രോങ്. ഇങ്ങനെ തന്നെ ആൾക്കാർ തെങ്ങ് കയറണം. Guys, we have plan B. ഇതാണ് നമ്മുടെ തോട്ട. നമ്മൾ ടെറസിന് മുകളിൽ കയറിയിട്ടെങ്കിൽ കരിക്കെടുത്തിരിക്കുന്നു. ഗൈസ് ഇങ്ങനെ തുടങ്ങിയാലാ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, എന്റെ മിസൈല് പിടിക്കുന്നല്ലോ. ഗൈസ് നമുക്ക് തേങ്ങയാണോ കരിക്കാണോ കിട്ടിയെന്ന് അറിയത്തില്ല. സക്സസ്ഫുള്ളി നമ്മളങ്ങനെ ഫ്ലോപ്പ് അയക്കുവാണ്. ഇത് തേങ്ങയാണ് ഗൈസ്. ഇതിനകത്തുള്ള വെള്ളം പുറത്തു വന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ ടെക്നിക്സ് ഇവിടെ പൊട്ടിച്ചിട്ട് സ്ട്രോ ഇട്ട്. പുതിയ ടെക്നിക്ക് എല്ലാരും ഇങ്ങനെ തന്നെ വിളിക്കും. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാ. തെങ്ങിനെല്ലാം കയറി തെങ്ങിന്റെ പാടെല്ലാം കരിക്ക് വെട്ടി കരിക്കെല്ലാം അഴുക്കായി. എന്റെ മുഖത്തെല്ലാം അഴുക്കായി. ഞാൻ പോയി മുഖം കഴിയിട്ട് നമുക്ക് റെഡി ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് പുറത്ത് പോവാം. എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ? ഗൈസ് ഞാൻ റെഡിയായി. ഇവിടെ ഇതുവരെ കണ്ടില്ല, നമ്മൾ നോക്കിട്ട് വന്നാലാ. നീ ഇതുവരെ റെഡി ആയില്ലേ? വീഡിയോ എടുക്കാൻ സമയമായി. എന്റെ സ്കിൻ കെയർ എഴുതി ഞാൻ ഒരു സ്ഥലത്തും വരത്തില്ല. അതിന് നിന്റെ സ്കിൻ ഓൾറെഡി ക്ലിയർ ആണല്ലോ. എനിക്കറിയാം, പക്ഷെ എന്റെ മുന്നത്തെ സ്കിൻ എങ്ങനെയാന്ന് നിനക്കറിയാമല്ലോ. നമ്മൾ ഷൂട്ടിന് വെയിലത്തൊക്കെ പോയി എന്റെ സ്കിൻ ഫുള്ള് ഡാർക്ക് സ്പോട്ട് ആണ്. പക്ഷെ ഈ പ്രോഡക്റ്റ് ഞാൻ വർഷങ്ങളായിട്ട് ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്നെ സേവ് ചെയ്തു. ഇതാണ് ഹിമാലയ ടർമറിക് സിറം. ഇത് ഡാർക്ക് സ്പോട്ട് മാറാൻ വേണ്ടിയിട്ട് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. ഇതിൽ 100% ഓർഗാനിക്കൽ സോഴ്സ്ഡ് ടർമറിക്കും ഇൻഫ്യൂസ്ഡ് വിത്ത് ഗ്ലൈക്കോളിക് ആസിഡും പിന്നെ നിയാസിനമൈഡും ഉണ്ട്. ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ട് മാറ്റാൻ മാത്രമല്ല, നാച്ചുറൽ ഗ്ലോ തരുകയും ചെയ്യും. ഇത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവുകയും നല്ലൊരു സ്കിൻ ടോൺ തരുകയും ചെയ്യും. ഈ സിറം യൂസ് ചെയ്തതിനു ശേഷം ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. അത് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ ലോക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ റെഡിയായി. നിന്റെ സിറം ഒന്ന് തീർന്നാ മതിയായിരുന്നു, എനിക്ക് ഡയലോഗ് ഒന്നും കേൾക്കണ്ടല്ലോ. അത് കുഴപ്പമില്ല. ഇത് നമുക്ക് ഈസി ആയിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാ ഇ കൊമേഴ്സ്, ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഷൂട്ടിന് സമയമായി. ഇനി പോവാം. നമ്മളങ്ങനെ ഗൈസ് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇവിടെ ഊണ് എത്ര രൂപയെന്ന് അറിയത്തില്ല. അതാണ് ഇപ്പോഴൊക്കെ ഊണൊക്കെ ഏകദേശം ഒരു 80-70 വരൂലേ. ഊണിന് പ്രൈസ് കൂടുതലാണെങ്കിൽ പറയാം, കുറച്ച് ചോറ് വെച്ചാൽ 2 മലക്കറി ഉണ്ടെങ്കിൽ 1 മലക്കറിയാണ് ചോദിക്കാൻ. നീ എന്നെ ചോദിക്കാം, നമുക്ക് ഊണ് കഴിച്ചാൽ. അവിടെ ഒരു ചേച്ചിയാണ് ഇരിക്കണം, നീ ചോദിച്ചത്. ഗേൾസും തമ്മിലെ പൊരുത്തം ഉണ്ടാവുള്ളൂ, ബോയ്സും തമ്മിലെ പൊരുത്തം ഉണ്ടാവുള്ളൂ. ഈശ്വര ആന്റി അവിടെ ഉണ്ടാവണേ. അങ്കിൾ ഇരിക്കുന്നു. 40 രൂപയ്ക്ക് ഊണ് കിട്ടുമോ? കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് കിട്ടൂല. നമുക്കില്ലേ ഫുൾ ഊണ് കിട്ടത്തില്ല, നമുക്ക് ഹാഫ് ഊണ് ചോദിച്ചോ. കമ്പനിയായി ഹാഫ് ഊണ് തരുമല്ല. 40 രൂപയ്ക്ക് ഊണൊക്കെ എന്തൊക്കെ കിട്ടുമെന്ന് അറിയത്തില്ല. ചോറ്, ഒരു കറി, 2 അവിയല്. ഇല്ല എനിക്കാണ് എല്ലാം കിട്ടും, പക്ഷെ കുറച്ചായിരിക്കും. അങ്ങനെ ആയാലും മതി. വേറെ പറയും ഫുള്ളുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. കുറച്ച് ചോറ് മാത്രം തന്നെ കുറവ്. ഇതൊക്കെ മതി 2 പേർക്കും. അവിയലുണ്ട്, ബീട്രൂട്ടിന്റെ തോരനുണ്ട്, കിഴങ്ങുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്, ധാരാളം. കറി വരുമായിരിക്കും. ആ ഫോൺ ടോട്ടലി വെർത്താണ്. അവര് ഏത് കറിയാണോ തരാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാം തീർത്ത് ആ ഫോണ് കറക്റ്റ് ആയിരുന്നു. രണ്ടുപേർക്ക് ഫുൾ ഊണ് പറയണ്ടായിരുന്നു. എനിക്ക് ഫുൾ ഊണൊന്നും പറ്റുന്നില്ല.
ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു ഈവനിങ് വൈകുന്നേരം നമ്മൾ കടൽ തീരത്തിലോട്ട് വന്നു. കോവളത്ത് ഇത് കോവളത്തിന്റെ വേറൊരു സൈഡാണ് കേട്ടോ. ഇവിടെ കൊള്ളാം. ആശുപത്രി കൊണ്ടുപോകാൻ പോയാൽ 100 രൂപ ഉള്ളൂ കയ്യില്. 2 പൈസ ചേർത്തപ്പോ 100 രൂപ ഫുഡൊക്കെ കഴിച്ചില്ലേ. ഇങ്ങനെ ബീച്ചിലൊക്കെ വന്നാൽ പൈസ കൊടുക്കാതെ ഫ്രീ എയർ കാറ്റിങ് കൊണ്ട് ഇങ്ങനെ നോക്കി ഫ്രീ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടു വെക്കുമ്പോൾ നമ്മൾ വിശക്കുന്ന കാര്യം മറന്നു. ഇവിടെ ആനയില്ലേ, ആന പറയണ ഒരാൾ അങ്ങ് സൂം ചെയ്ത് കാണിക്കാണ്ട് അയാൾ ചത്ത കിടക്കണം, അയാൾ തിരിഞ്ഞു കിടക്കണ്, അയാള് നീന്തുന്നു. അയാൾ നീന്തണില്ല, അയാൾ ഇങ്ങനെ. അതാണ് ടാലന്റ് ആണ്. വെള്ളത്തിന് മുകളിൽ നിറയെ സമയം പൊങ്ങി കിടക്കാൻ പറ്റും. എനിക്ക് ആഗ്രഹമുണ്ട് നീന്താൻ പഠിക്കണം. പൈസ കുറവ് നീന്താൻ പഠിക്കാൻ പറ്റുമോ? പൈസ കുറവ് നീന്താൻ പഠിക്കാൻ വേണ്ടി നിന്റെ 100 രൂപ എനിക്ക് തന്ന ഇപ്പൊ എത്ര രൂപ ഉണ്ട്? 30 രൂപ 40 രൂപ ബാക്കി അത്രയും തന്ന നീന്താൻ പഠിപ്പിച്ചു തരാം. അതിന് നീ കളി നോക്കും. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു ഓട്ടം ബസ്സിന് വെക്കാം, അവിടെ വെക്കുന്ന ആള് തോക്കുന്ന ആള് 10 രൂപ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇവിടെയാണ് നമ്മുടെ ഈ ടാലന്റ് ഉപയോഗിക്കണം. നിനക്ക് കുറച്ച് ദൂരം, എനിക്ക് ഇച്ചിരി കൂടി ദൂരം. ഓക്കെ, പോയിട്ട് തിരിച്ചു വരണം. നീ ഓടിയിട്ട് 3 സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ ഓടും. എവിടെ തൊട്ടിട്ട് പോയിട്ട് തിരിച്ചു എവിടെ തൊട്ടിട്ട് വരണം അത് പറ. ഇവിടെ ദൂരം പോയിട്ട് തിരിച്ചിടാനുള്ള പ്ലാൻ. നീ പോയിട്ടോ, ഞാൻ ഇവിടെ നിൽക്കാം. ഞാൻ 10 രൂപ ഒന്നും കൊടുക്കൂല. ഞാൻ അടുത്ത് കഴിക്കാൻ പോണ സാധനത്തിന്റെ പകുതി എന്നോട്. ഇവള് വല്ല പാവയ്ക്ക വാങ്ങിച്ച് കഴിക്കും, ഞാൻ അത് മതി കഴിക്കാനാ. ഇവിടെ ഒരു തൊട്ടിട്ട് വരണം. ഈ പച്ചലവരെ ആ ശരി, തൊട്ടിട്ടോ. 1 2 3 തൊട്ടിട്ടാ. ആനി പോയിട്ട് 4 സെക്കൻഡ് കഴിഞ്ഞു. ഇല്ല 4, ഇത് അടുത്തിരിക്കുന്നു. 3 സെക്കൻഡ്. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഇങ്ങനല്ല കളിക്കേണ്ടത്. ഞാൻ പറഞ്ഞു മണ്ണിൽ ഓടാൻ പറ്റില്ലെന്ന്. അങ്കിൾ, ഒരു കോൺ ഐസ്ക്രീം എത്ര രൂപ? 20 രൂപ. ഞാൻ വിചാരിച്ചു 10 രൂപ ആയിരിക്കും. ഇവിടെ ഒന്നും 5 രൂപ 10 രൂപയ്ക്ക് കാണില്ല. അവിടെ അല്ലേ ഒരു 5 രൂപയുടെ ലേസ് ഇരിക്കുന്നത്, അത് വാങ്ങിച്ചിട്ട് എന്ത് മേടിച്ചാലും പകുതി എനിക്ക്. എന്റെ പൈസ പോകത്തുള്ളൂ, എന്റെ സന്തോഷം കാണാം. അവള് 5 രൂപയുടെ സാധനം വാങ്ങിക്കുന്നത്. 10 രൂപയ്ക്ക് ലേസാണ്. ഞാൻ പറഞ്ഞത് പകുതി തരുമെന്ന്. എല്ലാത്തിന്റെ പകുതി ഇങ്ങനെയാണ് തരുവാ. ഇങ്ങനെ പകുതി കൊടുക്കത്തുള്ളൂ. ലാഭം കൈ അങ്ങനെ തരുന്ന. ബാക്കി ഇനി ഡിന്നറിന് കഴിക്കാൻ വേണ്ടി. ഡിന്നറിന് പകുതി തരാവളെ എനിക്ക്. അപ്പൊ എനിക്ക് ഡിന്നർ വാങ്ങണ്ട. രാത്രിക്കുള്ള ഡിന്നർ ആയിരുന്നു എൻ്റെ. അത് പകുതി കഴിച്ചു വേണോ? നമുക്ക് നിറയുണ്ട്. നിറയുണ്ടോ? അതിന് പോയതാ. പിന്നെ നിറയുണ്ട്. ടീ ടൈം ആയപ്പോ ഇല്ലേ പൈസ ആണല്ലേ ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഞാൻ കട്ടൻ മേടിക്കാൻ പോകുന്നു. ഞാനും ഒരു കട്ടൻ, മധുരം ഇട്ടത് മധുരം. ബാക്കി പൈസ ഉണ്ടെങ്കിലേ ഞാൻ ലാവിച്ച് ഡിന്നർ ആക്കും കേട്ടോ മിക്കവാറും. ഞാനും പൈസ കുറവായിരിക്കും. ഒരു 10 രൂപ കുറവ്. താങ്ക് യു. കട്ടൻ, ചൂട് കട്ടൻ 10 രൂപ. 10 രൂപ ആയിരിക്കത്തില്ല, കുറവായിരിക്കും. ആനി എന്റെ കൂടെ ചേർത്ത് പേ ചെയ്തു. നമുക്ക് ആനിക്ക് 7 രൂപ 50 പൈസ തിരിച്ചു കൊടുക്കാനുണ്ട്. ഇല്ല, നീ ചില്ലറ മാറുമ്പോ തരാം. ചില്ലറ ഇല്ലല്ലോ കയ്യില്. അപ്പൊ സൂര്യറെ പോട്ടർ പോലെ നമ്മൾ 1 രൂപയ്ക്ക് ഇതിന്റെ അകത്ത് കയറാൻ പോവാണ്. പാവപ്പെട്ട എന്നെ ആനി ഇതിനകത്ത് 1 രൂപയ്ക്ക് കയറ്റും. കേട്ടാനി ഒരു പ്രാവശ്യം ഇടിച്ച കൊമ്പ് ഞാൻ കൊമ്പ് തടവല്ലേ രക്തം കട്ടുപിടിക്കും. ഫസ്റ്റ് ആയിട്ട് എനിക്കൊരു കുരു വന്നു ഇവിടെ. അവിടെ കൊണ്ടുവന്നത് ഞാൻ അന്ത്യം. അതല്ലേ കിടക്ക്. എനിക്ക് നാണമാനമില്ല ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് നാണം വരും. അപ്പൊ നമ്മളിങ്ങനെ ഓടണം. നമ്മളിങ്ങനെ പേടിക്കാൻ പാടില്ല. അതാ നമ്മളിങ്ങനെ പബ്ലിക്കിൽ ഇറങ്ങി വീഡിയോ എടുക്കുന്ന ആൾക്കാരാ. നമ്മള് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. എന്നെ കണ്ട് ഇപ്പൊ ഇൻഫ്ലുവൻസ് ആയിട്ട് ആ പിള്ളേർ പോയി കിടന്നാലോ. പൈസ ഇല്ലാതെ 2 പാവം പിള്ളേർ ഇങ്ങനെ നടക്കുന്ന നോക്കി തെരുവിൽ നടക്കുന്ന പോലെ കയ്യിലിരിക്കുന്നവരോട് 40 രൂപയുണ്ട്, ആനിയുണ്ട്. അതാണ് ആനിയുടെ ഡിന്നർ കഴിക്കാനുള്ള പൈസ. പക്ഷെ എന്നെ വെച്ച് അവളെക്കാളും കൂടുതലുണ്ട്. അതാണ് ഞാൻ ഇച്ചിരി കൂടെ മാസമായിട്ട് നടക്കുന്നത്. ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ബാസ്കിൻ റോബിൻസിൽ വന്നാൽ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. കാണിച്ചു തരാം.
പറഞ്ഞൂടെ അഭി, പക്ഷേ ഫസ്റ്റ് എനിക്ക് തരണേ. ചിരി സഹിക്കാൻ പറ്റില്ല, അല്ലാതെ നമ്മൾ കൺട്രോളോടല്ല. ഫ്രീ ആയിട്ട് ബട്ടർ സ്കോച്ച്, ബെൽജിയൻ ചോക്ലേറ്റ്, നീ വെച്ച് മാംഗോ, 3 ചോക്ലേറ്റ് കിട്ടി ഗൈസ്. പക്ഷെ എനിക്ക് എന്താ പോലെ വരുന്നു. നമ്മുടെ അടുത്തുന്നവര് ഇതുപോലെ മേടിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ വളരെ ശ്രദ്ധിക്കാത്തത്. അവര് മേടിച്ചപ്പോ ഞങ്ങൾ ലൈറ്റായിട്ട് അവിടെ ഇറങ്ങി ഷോ നോക്കാൻ വേണമെങ്കിൽ ഫ്രീ ഷോ. മഹാബോളി കഴിക്കാൻ ഒരു ആഗ്രഹം, പക്ഷെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കാതെ തിരിഞ്ഞു നടക്കണം. നമ്മളില്ലേ ഇപ്പം ഭയങ്കര കാമായിട്ടുള്ള ഒരു സ്ഥലത്താണ് പോകാൻ പോകുന്നത്. അവിടെ പോയിട്ട് കുറച്ച് നേരം അതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര നൈസ്, കാമായിട്ടുള്ള ഒരു സ്ഥലത്ത്. എനിക്ക് തോന്നുന്നു ഇതൊരു 5 രൂപ 10 രൂപ കാണും. 5 രൂപ 10 രൂപ കൂടിപ്പോയ ഒരെണ്ണം കുറഞ്ഞത് 150 രൂപ. നീ ഒരു 25 രൂപ, ഞാൻ ഒരു 25 രൂപ. എന്നിട്ട് ഇത് വാങ്ങിച്ചാലോ? പിടിച്ച കേട്ടാ പൈസ ഇല്ല അവളുടെ കയ്യിൽ. ഞാൻ പറഞ്ഞേ ഗസ് ഇട്ട് 50, ഇത് 50. 50 രൂപ ഉള്ളു. ഞാൻ പൈസ തരത്തില്ല, എന്റെ ഷെയറൊന്നും ഞാൻ തരത്തില്ല. അവരുടെ അടുത്ത് ഇത് മാറ്റി വെച്ചിരിക്കാൻ പറ, ഞാൻ നാളെ വന്ന് വാങ്ങിക്കാം. ഞാൻ നാളെ വരുമേ. എല്ലാം ബ്യൂട്ടി അല്ലേ, ഫെസ്റ്റിവലാന്ന് തോന്നുന്നു. ഇവിടെയാണ് നമ്മൾ ഒരു പൈസ ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ആഗ്രഹിച്ച് കണ്ണു തുറന്നിരിക്കാൻ പറ്റും. ദോശക്കട നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഡിന്നർ കഴിക്കാൻ പത്മനാഭ ക്ഷേത്രത്തിന് അടുത്ത്. ഇവിടെ നല്ല ചീപ്പായിരിക്കും ദോശയും ഇഡലി. ആദ്യം പോയി പ്രൈസ് ചോദിച്ചിട്ട് വരാം. അവിടെ ദോശ ചോദിച്ചപ്പോൾ 50 രൂപ എന്ന് പറഞ്ഞു ഗൈസ്. നമ്മുടെ കയ്യിൽ ആകെ 35 രൂപയേ ഉള്ളൂ. 35 രൂപയ്ക്ക് നമ്മൾ ഒരു പ്ലേറ്റ് എങ്കിലും മേടിച്ച് നമ്മൾ കഴിച്ചിരിക്കും കേട്ടാ. നീ ട്രിവാൻഡ്രം ഈസ്റ്റ് ഫുഡ് ബുഗാരിയുടെ അടുത്തൊരു കുഞ്ഞു കടയുണ്ട്, ദോശയുടെ ഒരു കട. നമുക്ക് അവിടെ പോയി ട്രൈ ചെയ്ത് നോക്കാം. അവിടെയും പ്രൈസ് ഈ ലെവലാണെങ്കിൽ ഒരെണ്ണം മേടിച്ച് 2 രൂപ കഴിക്കേണ്ടി വരും. എന്നാൽ നിർത്തുന്നു. ദോശ ആംപ്ലേറ്റ് 74, ഒരു പ്ലേറ്റ് ദോശ 32. ദോശ മതി. We have access 3 rupees. 32 നല്ല വെറുതെ സാധനം. ഇത് ചെറിയ കാര്യമില്ല, ഇത് വലിയ കാര്യമാണ്. 2 പേര് 100 രൂപയ്ക്ക് ഫുഡ് കഴിച്ചു, അത് 3 രൂപ ബാക്കി. 3 രൂപ ബാക്കി. അവിടെയാണ് നമ്മൾ ജയിച്ചത്. 3 രൂപ ബാക്കി അതിന്റെ പ്രസ്റ്റീജിനെ ബാധിക്കും. നമ്മളിപ്പോ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ 3 നേരം ഫുഡ് കഴിക്കാൻ എത്ര രൂപയാവും? ഇപ്പൊ 2 പേരും 2 നേരം ഫുഡ് കഴിച്ചു. എനിക്ക് ചെറിയ ഡൗട്ട് കേട്ടോ, ഇവിടെ നിറയെ കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മുളകാണോ? മുളക് ചമ്മന്തി. അത് ഫ്രീ പാനി. നല്ല കാര്യം കേട്ടോ. ഫ്രീ പാനി അവർ വെച്ചിരിക്കണത് നോർമലി കടകളിൽ അങ്ങനെ കാണൂലല്ലോ. നമ്മളില്ലേ കറക്റ്റ് ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷന്റെ നടുക്ക് റോട്ടിലിരുന്നാണ് കഴിക്കുന്നത്. കറക്റ്റ് സമയത്തിനുള്ള ട്രാഫിക് വിടുന്ന് അവിടെയുള്ള എല്ലാ വണ്ടിയിൽ നിന്ന് ഞങ്ങളെ നോക്കുന്നുണ്ട്. ഗൈസ് 32 അല്ലേ ആയി. അങ്കിള് നമ്മുടെ 30 രൂപ വാങ്ങിച്ചുള്ളൂ. 5 രൂപ ബാക്കി. ഇതാ ഞാൻ ആനിമോൾക്ക് സമർപ്പിക്കുന്നു. ഇതാ അവിടെ ഒരു ഓക്കെ ബിരിയാണി. ഇതൊക്കെയാണ് ഗൈസ് നൊസ്റ്റാൾജിക് സാധനങ്ങൾ. നമ്മൾ അവിടെ വീട്ടിനടുത്താണ് നമ്മളിങ്ങനെ ഒന്നും മേടിക്കത്തില്ല. ആൽബൽ ഈൽബൽ ലക്കി നമ്പർ 1 നിസാൻ. നമ്മളെപ്പോഴും രാത്രിയൊക്കെ ഷുഗർ കഴിച്ചിട്ട് കിടക്കണമെന്നല്ലേ ഡോക്ടർ ആനി. നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മധുരം കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം വീട്ടിലെത്തി. നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നു ഇവിടെ മുട്ടായി വാങ്ങിച്ച് കഴിച്ചതിന്. ആ 3 മുട്ട എന്റെ പോക്കറ്റിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറ്റും. പക്ഷെ ഇത് ആക്ച്വലി ഹോസ്റ്റലിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും കേട്ടാ. നിങ്ങൾ ചിലപ്പോൾ 200-250 രൂപയ്ക്ക് ഒരു ദിവസം ഫുഡ് കഴിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് യൂസ് ആയിരിക്കും. നീ ഹോസ്റ്റലിൽ ഞാൻ 200-250 രൂപയ്ക്കാണ് ഫുഡ് കഴിക്കുന്നത്. ആ സമയത്ത് ഒരു അൽഫാം മേടിച്ച പകുതി പൈസ ആയില്ലേ. എന്നാലും നമ്മളെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റും ഗൈസ്. അത് തന്നെ ഗൈസ്. അത് 2 പേരെ കൊണ്ട്. ഇനി കുറച്ച് ദിവസത്തേക്ക് ആനിമോൾ ഇവിടെ ഉണ്ടാകത്തില്ല ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് 100 റുപ്പീസിന്റെ ആവശ്യമില്ല, 0 മണി, 3 നേരം ഫുഡ് വിത്ത് ഉറക്കം. സുഖ പരിപാടി. വീട്ടിലായിരുന്നെങ്കിൽ ഒന്നും ഇല്ല. പക്ഷെ 100 റുപ്പീസ് നമ്മൾ പുറത്തു പോകണമെങ്കിൽ നമ്മുടെ 100 രൂപ മുകളിൽ എന്തായാലും ചിലവ്. ഫുഡ് എല്ലാം നോക്കുവാണെങ്കിൽ